പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 15:2 വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പലരും അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛാ പരിശുദ്ധി, സ്വർഗീയ സംരക്ഷണം, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണല്ലോ ശരിക്കും ഈ ദിവസങ്ങളിൽ പ്രിയ സഹോദരങ്ങൾ. അച്ഛൻ ശരിക്കും ഒറ്റയ്ക്ക് മോർണിംഗിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ദൈവീകമായൊരു സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് വചനങ്ങളെല്ലാം നൽകുന്നത്. കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളായി വരുമ്പോഴും വചനത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഒരു സ്വർഗീയ സംരക്ഷണ വേലി നമുക്ക് ചുറ്റും നമുക്ക്, അതായത് കാര്യങ്ങളൊന്നും അത്ര പന്തിയിലാവണമെന്നില്ല, പക്ഷേ വചനത്തിലൊരു ദൈവ പൈതൽ വിശ്വസിക്കുകയാണെങ്കിൽ അവന് സ്വർഗം നൽകുന്നത് Z+ കാറ്റഗറി എന്നൊക്കെ പറയില്ലേ. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കൊക്കെ Z++ കാറ്റഗറിയാണ് നമുക്ക് പ്രൈം മിനിസ്റ്റർക്കൊക്കെ ഗവൺമെൻറ് നൽകുന്നത്. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവ പൈതലിന് അതിനേക്കാളും വലിയ സെക്യൂരിറ്റിയാണ് കർത്താവ് നൽകുന്നത്. പക്ഷെ അത് വിശ്വസിക്കണം. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചില്ല എങ്കിൽ ഈ നമ്മൾ ശരിക്കും അയ്യോ എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം ചിലപ്പോൾ മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷേ കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, പ്രതികൂലത്തിലും വിഷമത്തിലൊക്കെ നിൽക്കുന്ന സഹോദരി സഹോദരൻ്റെ അച്ഛൻ പറയാനുള്ളത്, ഈ വചനം നിങ്ങൾ 1000 തവണ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയണം. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. ഓരോ തവണ പറയുമ്പോഴും ദൈവത്തിൽ, യേശുവിൽ വിശ്വസിക്കാൻ വേണ്ട ഒരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുക. അത് പറയുന്ന സമയം തന്നെ ഒരു സ്വർഗീയ തേജസ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, നമുക്ക് നമ്മളുടെ കണ്ടശാങ്കട് ഫൊറോനയിലെ മതാധ്യാപകരുടെ ഒരു 1 ഡേ ശുശ്രൂഷ ഇന്ന് ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കരച്ചൻ്റെ നേതൃത്വത്തിൽ പല അച്ഛന്മാരൊക്കെ വരുന്നുണ്ട്. അവിടെ മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് ഇടവകയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഒരു രഹസ്യം, ഈ ഒരു നിയോഗാർത്ഥം നമ്മുടെ മതാധ്യാപകരെല്ലാം അവരിലൂടെ വലിയ ശരിക്കും സഭയെ ചലിപ്പിക്കുന്നതിൽ അവർക്ക് വലിയൊരു റോളുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് നമ്മുടെ മക്കൾക്കാണ്. കണ്ടശാണ് ഫൊറോനയിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നതെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അനോയിൻറ്റിങ്ങിൻ്റെ ഒരു തലം, ബുദ്ധിയുടെ തലം മാത്രമല്ല, അത് പ്രധാനപ്പെട്ടതാണ് ബുദ്ധിയുടെ തലം. അതിൻ്റെ ഒപ്പം അതിനേക്കാൾ ഒരു പടി കയറി നിൽക്കേണ്ടതാണ് അനോയിൻറ്റിങ്ങിൻ്റെ ഒരു തലം. ആ തലത്തിൽ അത് നമ്മുടെ എല്ലാ മതാധ്യാപകർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കത്തോലിക്ക സഭ മുഴുവനിലുള്ള മതാധ്യാപകരെ ഈ ഒരു അഭിഷേകത്തിൻ്റെ ഒരു തലത്തിലേക്ക് കുറേ കൂടി ഉയരുന്നതിന് വേണ്ടി കൂടി ഇന്നേ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചേക്കണം. ഒരു രഹസ്യം ചൊല്ലി കാഴ്ചവെക്കണം കേട്ടോ. പിതാവേ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലും ഓരോ വ്യക്തികളിലും ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് മാനസികമായി ശാരീരികമായി തളർന്ന ജീവിതങ്ങൾ യേശുക്രിസ്തുവിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.